ഗുഡ് ഈവനിംഗ്. ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. അതിരപ്പള്ളിയിൽ 24 മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്തതിൽ മന്ത്രി നിർദ്ദേശിച്ച അന്വേഷണത്തെ മറികടക്കാൻ വ്യാജ പരാതിയുമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. വാഹനമിടിച്ച് പരിക്കേറ്റ് കിടന്ന പന്നിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ 24 OBT അംഗം റൂബിൻ ലാലിനെയാണ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത്. ഇതിൽ അന്വേഷണത്തിന് വനം മന്ത്രി ഉത്തരവിട്ടിരുന്നു. ഈ അന്വേഷണത്തെ മറികടക്കാൻ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയുമായാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിനെ സമീപിച്ചത്. വിശദാംശങ്ങളുമായി സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ, ഈ വിഷയത്തിൽ വനം മന്ത്രി നേരിട്ട് നിർദ്ദേശിക്കുന്ന ഒരു അന്വേഷണത്തിന്, എന്നാൽ ആ നിർദ്ദേശത്തിന് മറികടക്കാൻ ഒരു ലൂപ്പ് ഹോളുമായി ഉദ്യോഗസ്ഥർ എത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കൃഷ്ണ, തീർച്ചയായും ഈ ഉദ്യോഗസ്ഥർ ഇത് മറികടക്കുന്നതിന് വേണ്ടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ സംഭവത്തിന് ശേഷം ഈ മർദ്ദിച്ച ഉദ്യോഗസ്ഥൻ തന്നെ നമ്മളെ വിളിച്ചിരുന്നു. ആ സമയത്ത് ഫോണിലൂടെ തന്നെ കൃത്യമായ മറുപടിയും നൽകിയതാണ്. ഇതിൽ നമുക്ക് പ്രത്യേക താല്പര്യങ്ങളില്ല, പക്ഷേ ഈ മാധ്യമ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അത് മാത്രമാണ് നമ്മൾ ഉയർത്തിക്കാട്ടിയതെന്ന് ഈ ഉദ്യോഗസ്ഥനോട് നേരിട്ട് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ വാദങ്ങൾ, അതായത് ഈ മന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇത് മറികടക്കുന്നതിന് വേണ്ടി ഉച്ചയോടുകൂടി ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ അതിരപ്പള്ളിയിൽ 10:06 കാട്ടുപന്നി വാഹനമിടിച്ച നിലയിൽ കണ്ടെത്തുന്നത്. റോഡരികിൽ കിടക്കുകയായിരുന്ന ഈ കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ പകർത്താനായാണ് ഈ 24ന്റെ OBT അംഗമായിട്ടുള്ള റൂബിൻ ലാൽ അവിടെ എത്തുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥർ റൂബിനെ തടയുകയും പിന്നാലെ റൂബിനെ ഈ ഫോൺ ഉൾപ്പെടെ തട്ടിത്തെറിപ്പിക്കുകയും കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവ് സഹിതം നമ്മൾ പുറത്തുവിടുകയും ചെയ്തു. അതിനുശേഷമാണ് വനമന്ത്രി ഇടപെട്ടുകൊണ്ട് CCFനെ ഈ അന്വേഷണ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചത്. ഇതിനുശേഷം 12 മണിയോടുകൂടി ഈ മന്ത്രിയുടെ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, മന്ത്രിതലത്തിൽ നിർദ്ദേശിച്ച അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി അതിരപ്പള്ളി പോലീസിൽ ഒരു പരാതി നൽകുകയായിരുന്നു. റൂബിനെതിരെ കേസെടുക്കണം, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് കേസെടുക്കണം, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം റൂബിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത്. ഇതിനുശേഷം നമ്മുടെ ആയിട്ടുള്ള റൂബിനെ അവിടെ നിന്ന് പോലീസ് ബന്ധപ്പെടുകയും ചെയ്തു. അവർ പറഞ്ഞത്, ഈ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അറസ്റ്റ് ഉണ്ടാകും, 14 ദിവസമെങ്കിലും കുറഞ്ഞത് ജാമ്യം ലഭിക്കാതെ ജയിലിൽ കഴിയേണ്ട തരത്തിലേക്കാണ് ഈ പരാതി കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വനത്തിൽ അതിക്രമിച്ചു കയറി എന്ന് കാട്ടിക്കൊണ്ട് കേസെടുക്കാനുള്ള ഒരു നീക്കവും അങ്ങനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വരുന്നു. എന്താണോ മന്ത്രി നിർദ്ദേശിച്ചത്, ആ മന്ത്രിയുടെ നിർദ്ദേശത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു ഗൂഢാലോചന നടക്കുന്നു. അതിനെ ഈ മന്ത്രിയുടെ അന്വേഷണത്തെ ചെറുക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു കാര്യം, കാരണം ഈ റുബിൻ ലാലിന്റെ തൊഴിൽ തന്നെയാണല്ലോ മാധ്യമ പ്രവർത്തനം. അപ്പോ ആ തൊഴിലിനെ തടസ്സപ്പെടുത്തി എന്ന ഒരു പരാതിയിലാണ് വനമന്ത്രിയുടെ ഒരു നിർദ്ദേശം, നടപടി ഉണ്ടായിരിക്കുന്നത്. പക്ഷെ തിരിച്ച് അവർ പറയുന്നത് അവരുടെ തൊഴിലിനെ തടസ്സപ്പെടുത്തി. ഏത് രീതിയിൽ തൊഴിലിനെ തടസ്സപ്പെടുത്തി എന്നാണ് പറയുന്നത്? അതിനെതിരായി ഏത് തരത്തിലുള്ള തെളിവുകളാണ് ഇവിടെ ഹാജരാക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ള വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? കൃഷ്ണ, ഒരു തരത്തിലുള്ള തെളിവോ ഒരു ദൃശ്യങ്ങളോ പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യിലില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ഒരു വെള്ളക്കടലാസിൽ പരാതി എഴുതി കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് ഒരു തെളിവും ഇതുവരെയും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറാൻ സാധിച്ചിട്ടില്ല. കാര്യം ഈ റൂബിൻ ലാൽ ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്ത് നിന്നത് പോലും PWD റോഡിലാണ്. അങ്ങനെ PWD റോഡിൽ നിന്ന് റോഡരികത്ത് കിടന്ന ഒരു പന്നിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല എന്ന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നതിലെ ഈ പ്രായോഗികത, അതാണ് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തത്. അതിന് പിന്നിൽ ഒരു കാരണം കൂടിയുണ്ട്. ഈ കൊന്നക്കുഴി മേഖല എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഓഫീസിന് കീഴിലുള്ള മേഖല എന്ന് പറയുന്നത് ഈ കാട്ടാന ശല്യം വളരെയേറെ രൂക്ഷമായ പ്രദേശമാണ്. ഈ പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പകൽ സമയത്ത് കാട്ടാന ഇറങ്ങി ജനവാസ മേഖലയിൽ ആകെ നാശം വിതക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, ഇന്ന് ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അടക്കം അവിടുത്തെ പ്രദേശവാസികൾ വിളിച്ച് വിവരം ധരിപ്പിച്ചു. പക്ഷേ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിയില്ല. പിന്നെ നമ്മുടെ പ്രതിയായിട്ടുള്ള റൂബിനെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുന്നു. റൂബിൻ അവിടെ എത്തുന്നു, ദൃശ്യങ്ങൾ പകർത്തുന്നു. ഒടുവിൽ ഈ കാട്ടാന ജനവാസ മേഖലയിൽ നിന്ന് ഇറങ്ങി ഈ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ സമയത്ത് ആ വിഷയത്തിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആക്ട് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ വലിയ വിമർശനം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയരുന്ന പക, അതിലുള്ള പ്രകോപനം ഇന്ന് രാവിലെ റൂബിനെ തടയുന്നതും ഈ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ അടക്കം തട്ടിത്തെറിപ്പിക്കുന്നതും പിന്നീട് ചെയ്യുന്നതിലേക്കും പോലും കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ ആ വിഷയത്തിലാണ് വനംവകുപ്പ് മന്ത്രിയുടെ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായത്. CCF തന്നെ അന്വേഷിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു റിപ്പോർട്ട് അടിയന്തരമായി നൽകണമെന്ന് വനമന്ത്രി നിർദ്ദേശിച്ചു. ഒരു കാര്യം കൂടെ, ഇത്തരത്തിലൊരു പരാതി ലഭിച്ച ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ റൂബിനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? ആ രീതിയിൽ എന്തെങ്കിലും തരത്തിൽ അവർ മുന്നോട്ട് പോയിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ തന്നെ ഒരു പരാതി നൽകുന്നതിന് വേണ്ടിയാണ് റൂബിൻ ഇന്ന് ഈ സ്റ്റേഷനിൽ എത്തുന്നത്. ആ സമയത്താണ് ഈ അവിടെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത് CI സ്ഥലത്തില്ല. CI സ്ഥലത്ത് എത്തുന്നതിന് മുൻപ് CI നിലവിൽ സ്ഥലത്തില്ല. അപ്പോഴാണ് ഇവർ ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത്
12 മണിയോടുകൂടി, അതായത് രാവിലെ 9:45 കൂടിയാണ് വനമന്ത്രി ഈ അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. അതിനുശേഷം 12 മണിയോടുകൂടി അവിടെ ഒരു പരാതി കൊടുക്കുകയാണ്. അത് രാവിലെ നടന്ന സംഭവമാണ്. അതിനുശേഷം ഈ മന്ത്രിതലത്തിൽ ഇടപെടൽ ഉണ്ടായി എന്ന് അറിഞ്ഞതോടുകൂടി ഈ ഉദ്യോഗസ്ഥർ, അതായത് ഇവരൊരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വേണ്ടി എന്നെ പോലും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. നമ്മളെ ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിച്ചു. പക്ഷേ നമ്മൾ വഴങ്ങില്ല. നമ്മൾ പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തത്, വഴങ്ങില്ല എന്നറിയിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഈ മന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം 12 മണിയോടുകൂടി കൃത്യമായി നമ്മുടെ പ്രതിയെ കുടുക്കുക, കള്ളക്കേസിൽ കുടുക്കുക, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജയിലിൽ അടയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 12 മണിയോടുകൂടി ഒരു പരാതി അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. ഇതൊന്നും അറിയാതെയാണ് റൂബിൻ ഒരു ഉച്ചയോടുകൂടി സ്റ്റേഷനിൽ എത്തുന്നത്. ആ സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് 12 മണിക്ക് ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, ഉദ്യോഗസ്ഥർ പരാതി നൽകിയിട്ടുണ്ട്. ഈ ജാക്സൺ എന്ന് പറയുന്ന മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥനാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുമായി മുന്നോട്ട് പോയാൽ റൂബിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ടി വരും, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു തലത്തിലേക്ക് പോകും. അതായത് സംസ്ഥാനത്തെ വനം മന്ത്രി തന്നെ നിർദ്ദേശിക്കുന്ന ഒരു അന്വേഷണത്തെ അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥർ നേതൃത്വം കൊടുക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ അതിരപ്പള്ളിയിൽ കാണുന്നത്. കൃഷ്ണ, ശരി, എന്തായാലും സൂരജ് സജി ഏത് രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത്, സ്വാതി മലിവാൾ പറയുന്നു തനിക്കെതിരായി വധഭീഷണിയും ബലാത്സംഗ ഭീഷണിയുമുണ്ട്. ഇതുണ്ടാകുന്നത് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. ആം ആദ്മി പാർട്ടി വ്യക്തിഹത്യ നടത്തുന്നുവെന്നും സ്വാതി മലിവാൾ പറയുന്നുണ്ട്. അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. മഴയെത്തുമ്പോൾ സംസ്ഥാനത്ത് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നിവിടങ്ങളിലാണ് യെല്ലോ മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനുള്ള വിലക്ക് തുടരും. വിവരങ്ങളുമായി ഹരികൃഷ്ണനാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, മഴയ്ക്കൊരു നേരിയ ശമനമുണ്ട്, എന്നാൽ കാലവർഷം വരാനിരിക്കുന്നു. അത് മെയ് 31 തന്നെ കേരളത്തിൽ എത്തുമെന്ന പ്രവചനമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനവും മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളും എന്തൊക്കെയാണ്? കൃഷ്ണ, ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് 6 ജില്ലകളിൽ, സംസ്ഥാനത്തെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ പ്രവചനത്തിൽ ഈ ജില്ലകൾ, അതായത് ഈ തെക്കൻ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ വടക്കൻ ജില്ലകളിൽ മഴ ഇല്ല എന്നൊരു രീതിയിലാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് അറിയിക്കുന്നത്. മറ്റു ജില്ലകളിലൊന്നും തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ഈ ജില്ലകളിൽ മാത്രമാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ജില്ലകളിലെല്ലാം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലും എല്ലാം ഇത്തരത്തിൽ മഴ പെയ്യും. ഇടിമിന്നലോട് കൂടിയ മഴ, ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കൂടി അതിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മത്സ്യത്തൊഴിലാളികൾ, തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. ഈ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കണം. കാരണം ഉയർന്ന തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനോടൊപ്പം പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റമൽ ചുഴലിക്കാറ്റ് അത് ഇന്ന് അർദ്ധരാത്രിയോടെ കരതൊടും. ഈ പശ്ചിമ ബംഗാളിനും ബംഗ്ലാദേശിനും ഇടയിലൂടെ സഞ്ചരിക്കുന്ന റമൽ മണിക്കൂറിൽ ഏതാണ്ട് 90 മുതൽ 110 കിലോമീറ്റർ വരെ വേഗതയിലാകും കരതൊടുക. പക്ഷേ ആ ചുഴലിക്കാറ്റ് സംസ്ഥാനത്തിന് വലിയ പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതായത് നാളെയോടുകൂടി ഈ മഴ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തീവ്രത, മഴയില്ല എന്നുള്ളതല്ല, അതിൻ്റെ തീവ്രത കുറയാനുള്ള സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അപ്പോഴും ഈ ജാഗ്രത കൈവിടാതിരിക്കുക, ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പറയുന്നത്. ക്രിസ്റ്റീന, ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഹരികൃഷ്ണനാണ്. കാലവർഷം മെയ് 31 തന്നെ എത്തുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കാലവർഷം എത്തുന്നതോടെ ജലജന്യ രോഗങ്ങൾ പിടിമുറുക്കാനുള്ള സാഹചര്യവും കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങളെ എങ്ങനെ നേരിടാമെന്നതിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഡോക്ടർ രാജീവ് ജയദേവ് ചേരുകയാണ് തത്സമയം. ഡോക്ടർ രാജീവ്, ഗുഡ് ഈവനിങ്. നമ്മൾ ഇനി ഒരു മഴക്കാലത്തിലേക്കാണ് പോകുന്നത്. വേനൽ മഴയുടെ ഒരു അവസാനം ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ ഈ മഴക്കാലത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ, പകർച്ചവ്യാധികളാണല്ലോ കൂടുതൽ. ഏതൊക്കെയാണ്, ഏത് തരത്തിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നമുക്ക് വേണം? പകർച്ചവ്യാധികളെ പറ്റി പറയുമ്പോൾ ഫ്ലഡിംഗ്, വെള്ളക്കെട്ട് മൂലം ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി എന്ന് പറയും. എലിപ്പനി എന്നാൽ എലിയുടെയും മറ്റു ജീവികളുടെയും മൂത്രത്തിൽ നിന്നും വരുന്ന ബാക്ടീരിയ, ഇവ ഈ അഴുക്ക് വെള്ളത്തിൽ അല്ലെങ്കിൽ
കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഉണ്ടാവുകയും നമ്മൾ അതിൽ കൂടി നടക്കുമ്പോൾ നമ്മുടെ കാലുകളിൽ ചെറിയ മുറിവുകൾ എല്ലാവർക്കും തന്നെ ഉണ്ടാകും. ഈ മുറിവുകൾ വഴി ഈ ബാക്ടീരിയ ഉള്ളിൽ കടക്കുകയും നമ്മുടെ കരളിനെ കേടാക്കുക, വൃക്കകളെ കേടാക്കുക, അതുപോലെ മറ്റ് അവയവങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കുക, മരണം വരുത്തി വയ്ക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ലെപ്റ്റോസ്പൈറോസിസ്. കേരളത്തിൽ നല്ല രീതിയിൽ തന്നെ മരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പകർച്ചവ്യാധിയാണ് ഈ ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു പകർച്ചവ്യാധി ഇത് തന്നെയാണ്. കാരണം ഇതിനെ പ്രതിരോധിക്കാൻ വഴികളുണ്ട്. അതുപോലെ തന്നെ ഇതിനെ നേരത്തെ തന്നെ നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സിക്കാനും വളരെ നിസ്സാരമായിട്ടുള്ള വളരെ ചിലവ് കുറഞ്ഞ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ എല്ലായിടത്തും ലഭ്യമാണ്. എന്നാൽ ഇതിനെ ചെറുക്കേണ്ട രീതിയിൽ ചെറുക്കുകയും അതുപോലെ തന്നെ ഇത് രോഗം സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ പനിയുള്ള വ്യക്തിക്ക് ലെപ്റ്റോസ്പൈറോസിസ് സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത മുൻനിർത്തി ചികിത്സ ഉടൻ തന്നെ തുടങ്ങുകയാണ് വേണ്ടത്. അപ്പോൾ വെള്ളക്കെട്ടുകളിൽ സ്ഥിരമായി എക്സ്പോഷർ ഉള്ളവർ സൂക്ഷിക്കുക. പ്രതിരോധ നടപടി എന്നാൽ അത് ഈ ഡോക്സിസൈക്ലിൻ ഗുളിക ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്നതനുസരിച്ച് മുൻകൂറായിട്ട് ഇവർക്ക് കഴിക്കാവുന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം, സാധാരണഗതിയിൽ മഴക്കാലം അല്പ ദിവസങ്ങൾക്ക് ശേഷം ഡെങ്കിപ്പനിയുടെ സാധ്യത കാണുന്നുണ്ട്. ഉടനെയല്ല, കാരണം ഇപ്പോൾ ഫ്ലഡിങ്ങിന്റെ സമയമാണ്. ഈ സമയത്ത് അധികം കൊതുകുകളുടെ പ്രശ്നം ഉണ്ടാകാറില്ല. എങ്കിലും കുറെ കാലം കഴിയുമ്പോഴത്തേക്കും ഈ കൊതുകുകൾ വിരിഞ്ഞു വരാൻ 12 ദിവസങ്ങളാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ 10 ദിവസം. അപ്പോൾ ഈ കൊതുകുകൾ വിരിഞ്ഞു വരുന്നതോടുകൂടി ഡെങ്കിപ്പനിയുടെ തീവ്രത കൂടാനും സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ജലസ്രോതസ്സുകളിൽ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ മലിനജലം ഒഴുകിയെത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. കേരളത്തിൽ ഓൾറെഡി നമുക്കറിയാം, മഞ്ഞപ്പിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. എങ്കിലും ജലസ്രോതസ്സുകൾ മലിനമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുടിവെള്ളം സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു സംഗതി ഉള്ളത്. അതുപോലെ തന്നെ മഴവെള്ളം പുറത്തുള്ളപ്പോൾ ഓവർ ക്രൗഡിങ് ഉണ്ടാവുകയാണ്. ജനങ്ങൾ കൂടുതൽ മുറിക്കുള്ളിൽ തിങ്ങിക്കൂടുന്നതിനാൽ ചില റെസ്പിറേറ്ററി, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഫ്ലൂ, കോവിഡ്, അതുപോലെ ജലദോഷം, അങ്ങനെ ട്യൂബർക്ലോസിസ്, ഇങ്ങനെയുള്ള രോഗങ്ങൾ പകരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫംഗൽ ഡിസീസസ്, അതായത് നനഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ചർമ്മത്തിൽ ഫംഗൽ ഡിസീസസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പകർച്ചവ്യാധികൾ. എന്നാൽ മഴക്കാലത്ത് പകർച്ചവ്യാധികൾ മാത്രമല്ല, മുങ്ങിമരണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. ജലസ്രോതസ്സുകൾ നിറയുമ്പോൾ കുട്ടികൾ പ്രത്യേകിച്ചും കുളിക്കാൻ ടെംപ്റ്റഡ് ആകും, അവർ അതിൽ പോകുന്നിരിക്കാം. ട്രാഫിക് ആക്സിഡന്റ്സ് വളരെ കൂടുതലാണ്. ഇടിമിന്നലേറ്റുള്ള മരണങ്ങൾ, അതുപോലെ മരം പിഴുതു വീഴൽ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ മഴക്കാലം വരുത്തി വെക്കാറുണ്ട്. ഡോക്ടർ, ഒരു കാര്യം കൂടെ, സ്കൂൾ തുറക്കുന്ന കാലം കൂടെയാണല്ലോ, അപ്പോൾ കുഞ്ഞുങ്ങളും കൂടുതൽ ശ്രദ്ധിക്കണമല്ലോ. കൂടുതൽ രോഗങ്ങൾ പെട്ടെന്ന് പടരുന്ന ഒരു സമയത്ത് കുട്ടികൾ ഏത് രീതിയിൽ പ്രതിരോധിക്കണം? അതേപോലെ തന്നെ ഈ വെള്ളം കെട്ടി നിൽക്കുന്നിടത്തുകൂടി കുട്ടികൾ സാധാരണ ഓടി വരികയൊക്കെ ചെയ്യുന്നത് പതിവാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ത്വക്ക് രോഗങ്ങളുടെയും ഒരു സാധ്യതയുണ്ടല്ലോ. തീർച്ചയായും ത്വക്ക് രോഗങ്ങൾ നമുക്ക് തടുക്കാൻ സാധിക്കുകയില്ല. കാരണം ഈ മഴയത്ത് കുട്ടികൾ സ്കൂളിൽ പോയേ പറ്റൂ. അപ്പോൾ അവർ നനയുന്നത് സ്വാഭാവികമാണ്. അത് മുൻകൂറായി നമ്മളത് കണക്കിലെടുക്കണം. അവർ തിരികെ വീട്ടിലെത്തിയാൽ കാലും കൈയും വൃത്തിയായി, പ്രത്യേകിച്ചും കാൽപാദങ്ങളും കാൽവിരലുകളും അതിനിടയിലുള്ള വിടവുകളും എല്ലാം വൃത്തിയായി സോപ്പിട്ട് കഴുകി, സോപ്പിടുന്നതിന്റെ ഒരു പ്രത്യേകത അവിടെയുള്ള ഓർഗാനിക് റെസിഡ്യൂ എല്ലാം കഴുകി പോവുകയും രോഗാണുക്കളെ നിശേഷം തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് സോപ്പ്. അതുകൊണ്ട് വെറും വെള്ളത്തിൽ കഴുകുന്നതിന് പകരം വീട്ടിൽ വന്നാൽ ഉടൻ തന്നെ കാല് സോപ്പ് വിട്ട് കഴുകിയതിനു ശേഷം അത് തുടച്ചുണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് തടുക്കാൻ സാധിക്കും. അതുപോലെ നനഞ്ഞ അടിവസ്ത്രങ്ങൾ ഇട്ട് ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, സ്കൂളിലും മറ്റും. പക്ഷേ അത് പരമാവധി ഒഴിവാക്കുക. അത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മാറുക, ഉണങ്ങിയ അടിവസ്ത്രങ്ങൾ ധരിക്കുക. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സൂക്ഷിച്ചാൽ തന്നെ നമുക്ക് പല രോഗങ്ങളെയും നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. ശരി, വളരെ നന്ദി ശ്രീ ഡോക്ടർ രാജീവ് ജയദേവൻ പ്രതികരിച്ചതിന്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഡോക്ടർ രാജീവ് ജയദേവൻ പറഞ്ഞു തന്നത്. മഴക്കാലത്ത് രോഗങ്ങൾ മാത്രമല്ല, ആക്സിഡന്റുകൾ കൂടുന്ന സമയമാണ്, അതുപോലെ തന്നെ വെള്ളക്കെട്ടുണ്ടാകും, മുങ്ങിമരണങ്ങൾ കൂടുന്ന സമയമാണ്. ഇക്കാര്യത്തിലൊക്കെ ഒരു ജാഗ്രത പാലിക്കുന്നത് നന്നായി. അടുത്ത വാർത്തയിലേക്കാണ്. പറഞ്ഞു കുടുങ്ങി. പുതിയ മദ്യനയത്തെക്കുറിച്ച് ബാർ ഉടമകളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് സർക്കാർ വാദം നുണയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്ത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിന്റെ രേഖകൾ 24-ന് ലഭിച്ചു. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി. ബാർ ഉടമ അനിമോന്റെ ശബ്ദരേഖയിൽ എക്സൈസ് ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചു. മന്ത്രിയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നാളെ മുതൽ ആരംഭിക്കും. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയം അനുകൂലമാക്കുന്നതിന് പണപ്പിരിവ് നിർദ്ദേശിച്ചുള്ള ബാറുടമ അനിമോന്റെ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ മന്ത്രി എം.ബി. രാജേഷ് നടത്തിയ പ്രതികരണമാണിത്. മദ്യനയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ
ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള CPM-ന്റെ മുതിർന്ന നേതാക്കളും ഈ വാദം ആവർത്തിച്ചു. മെയ് 21-ന് ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ വിവരങ്ങളാണ് ഇക്കാണുന്നത്. യോഗ വിവരം അറിയിച്ച് യോഗത്തിന്റെ ഓൺലൈൻ ലിങ്കും ചേർത്ത് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഇമെയിൽ അയച്ചിരുന്നു. ബാർ ഉടമകൾ, ഹോം സ്റ്റേ ഉടമകൾ തുടങ്ങിയ ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ടവരാണ് നയമാറ്റത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിന്റെ ഏക അജണ്ട മദ്യനയമാറ്റം മാത്രമായിരുന്നു. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതും ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നതും ഉൾപ്പെടെ ബാർ ഉടമകൾ യോഗത്തിൽ ആവശ്യമുന്നയിച്ചു. ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥർ മറുപടിയും നൽകി. യോഗത്തിന് 2 ദിവസം കഴിഞ്ഞാണ് കൊച്ചിയിൽ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ വിവാദ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നത്. അതേസമയം ബാറുടമ അനിമോന്റെ ശബ്ദരേഖയിൽ സർക്കാർ നിർദ്ദേശപ്രകാരം എക്സൈസ് ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചു. മന്ത്രിയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് നടത്തുന്ന പ്രാഥമിക അന്വേഷണം നാളെ തുടങ്ങും. അനിമോന്റെയും മറ്റ് സംഘടനാ ഭാരവാഹികളുടെയും മൊഴിയായിരിക്കും ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുക. ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും പണപ്പിരിവ് നടന്നിട്ടുണ്ടോ എന്നും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. 24 തിരുവനന്തപുരം. ടൂറിസം വകുപ്പിന്റെ യോഗത്തിൽ മദ്യനയം ചർച്ചയായെന്ന വാർത്ത തള്ളി ടൂറിസം ഡയറക്ടർ. യോഗം വിളിച്ചത് മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല, ഡയറക്ടറുടെ തലത്തിൽ ടൂറിസം മേഖലയിലെ വിഷയങ്ങൾ പഠിക്കാനാണ് യോഗം ചേർന്നതെന്ന വിശദീകരണം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദ്, ഇത് മന്ത്രിതലത്തിൽ വിളിച്ച ഒരു ചർച്ചയല്ല, ഇത് ടൂറിസം ഡയറക്ടർ വിളിച്ച ഒരു ചർച്ചയാണ്. ഇൻഡസ്ട്രി കണക്റ്റിന്റെ ഭാഗമായി 7 സംഘടനകൾ, കേരള ട്രാവൽ മാർട്ട് ഉൾപ്പെടെയുള്ള 7 സംഘടനകൾ, അതിലൊന്ന് മാത്രമാണ് ചില ബാർ ഹോട്ടലിൽ ഉടമകളും അതിലുണ്ടായിരുന്നു എന്നത്. എന്താണ് ഈ വിശദീകരണത്തിൽ പറയുന്നത്? ക്രിസ്ത്യൻ, നമുക്കറിയാവുന്ന പോലെ തന്നെ ഇക്കാര്യത്തിൽ ഇന്ന് വന്ന പുതിയ വിവരം, അത് ഈ അനിമോന്റെ ശബ്ദരേഖ വന്നതിന് പിന്നാലെ മന്ത്രി MP രാജേഷ് നടത്തിയത് മദ്യനയം ചർച്ച ചെയ്യാൻ ഒരു യോഗം നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അത് തള്ളുന്ന രീതിയിൽ, അതായത് നുണയാണെന്ന് നമുക്ക് വ്യക്തമാകുന്ന രീതിയിലേക്ക് ചില മെയിലിന്റെ സ്ക്രീൻഷോട്ട് അടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ബാർ ഹോട്ടൽ ഉടമകളടക്കം പങ്കെടുത്തൊരു യോഗത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ടൂറിസം വകുപ്പ് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. യോഗം വിളിച്ചത് മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല, ടൂറിസം മേഖലയിലെ വിഷയങ്ങൾ പഠിക്കാൻ ഡയറക്ടറുടെ തലത്തിൽ യോഗങ്ങൾ ചേരും. അത്തരത്തിലുള്ള യോഗം മാത്രമാണ് ചേർന്നതെന്നാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ടൂറിസം ഡയറക്ടർ വിശദീകരിക്കുന്നത്. യോഗം ചേർന്നത് ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ല, സംഘടനകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു യോഗം. കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയും ഹൗസ് ബോട്ട് അസോസിയേഷനും അടക്കം 7ഓളം സംഘടനകൾ യോഗത്തിൽ പങ്കെടുത്തു. മറ്റു വകുപ്പുകളിൽ കൈകടത്തുന്നുവെന്ന ആരോപണം തെറ്റാണെന്നും ഏതെങ്കിലും തരത്തിൽ നയപരമായ തീരുമാനങ്ങളെക്കുറിച്ചുള്ള ചർച്ച ആ യോഗത്തിൽ നടന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി ടൂറിസം ഡയറക്ടർ വിശദീകരിക്കുന്നുണ്ട്. ക്രിസ്tina. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ബാർ കോഴ ആരോപണത്തിൽ ഇന്നും ഏറ്റുമുട്ടി ഭരണ പ്രതിപക്ഷ നേതാക്കൾ. വിഷയത്തിൽ മന്ത്രിമാരെ മാറ്റി നിർത്തി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ് നടന്നതെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ ആരോപിച്ചു. മദ്യനയത്തിൽ മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നായിരുന്നു മന്ത്രി P രാജീവിന്റെ പ്രതികരണം. മദ്യനയത്തിൽ വിവാദ വെളിപ്പെടുത്തൽ വന്ന അന്നു തുടങ്ങിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇനിയും ശമനമായിട്ടില്ല. മദ്യനയവുമായി ബന്ധപ്പെട്ട ബാറുടമകളുമായി ചർച്ച നടന്നില്ല എന്ന മന്ത്രിമാരുടെ അവകാശവാദം പച്ചക്കള്ളമാണെന്നും ഇവരെ മാറ്റി നിർത്തി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഇത്രയും വലിയ 2 വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു അഴിമതി ആരോപണം വന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത്? ഈ 2 മന്ത്രിമാരും രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് UDFന്റെ ഡിമാൻഡ്. ആരോപണത്തിൽ സഭയ്ക്കകത്തും പുറത്തും UDF പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞ K മുരളീധരൻ ബാറുടമ അനിമോന്റെ മലക്കം മറിച്ചിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതായും ചൂണ്ടിക്കാട്ടി. അനിമോനെ കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് സർക്കാരിന്റെ ഏജന്റുമാർ തന്നെ എഴുതി തയ്യാറാക്കി ഇന്നലെ കൊടുത്താണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റോടുകൂടെ കുറെ കൂടെ ദുരൂഹത വർദ്ധിച്ചിരിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറല്ല. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ് നടന്നതെന്നും എക്സൈസ് മന്ത്രിയുടെ വിദേശയാത്രയിൽ ദുരൂഹതയുണ്ടെന്നുമായിരുന്നു കേന്ദ്രമന്ത്രി V മുരളീധരന്റെ പ്രതികരണം. സംസ്ഥാന മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു അഴിമതി, പണം വാങ്ങി നയം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചാൽ എന്താവും എന്നുള്ള കാര്യം നമുക്ക് സാധാരണഗതിയിൽ ഊഹിക്കാം. അതേസമയം മദ്യനയത്തിൽ മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ആദ്യത്തെ ആവേശമില്ലെന്നും P രാജീവിന്റെ പരിഹാസം. അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അത് സംബന്ധിച്ചുള്ള
ഒരു മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറിയും അത് സംബന്ധിച്ച് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം എപ്പോഴും ആവശ്യപ്പെടുന്നതല്ലേ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആയത്തൊരു ആവേശം ഇപ്പൊ കാണുന്നില്ലല്ലോ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. KSU ദക്ഷിണ മേഖലാ ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ റിപ്പോർട്ട് തേടി KPCC ഇന്ന് വൈകിട്ട് തന്നെ റിപ്പോർട്ട് നൽകാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചു. സംഘർഷവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വീഡിയോ നിഷേധിച്ച് KSU അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ രംഗത്തെത്തി. 1-2 പേരുടെ ചെറിയ തർക്കം പർവ്വതീകരിച്ചു കാണിച്ചുവെന്നും അലോഷ്യസ് സേവ്യർ വിമർശിച്ചു. ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് ഈ ക്യാമ്പിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ നടന്ന ക്യാമ്പിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും ഭാരവാഹികൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി അത്തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുക? ചില മാധ്യമങ്ങളുടെ അജണ്ടകൾക്ക് വേണ്ടി ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന കൈരളി എന്ന് പറയുന്ന ചാനലിൽ ഉൾപ്പെടെ കാണിക്കുന്ന പല ദൃശ്യങ്ങളും അത് ഏത് ദിവസം ഇവിടെ നടന്നതാണ് അല്ലെങ്കിൽ എന്താണെന്നതിനെ പറ്റി ഒരു പഠനം പോലും അല്ലെങ്കിൽ അതിന്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആ അജണ്ടകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. നിങ്ങളെല്ലാം അകത്ത് കയറിയതാണല്ലോ, അച്ചടക്കരഹിതമായിട്ട് ഇവിടെ വിദ്യാർത്ഥികൾ ഇരിക്കുന്ന കാണുന്നുണ്ടോ? KSU ക്യാമ്പിലെ സംഘർഷത്തിൽ ശക്തമായ തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്ന് KPCC ജനറൽ സെക്രട്ടറി MM നസീർ. പ്രാദേശിക ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് സംഘർഷത്തിന് കാരണമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. സംഭവത്തിൽ KPCC അധ്യക്ഷന് ധാരാളം പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും MM നസീർ പറഞ്ഞു. KSUവിൻ്റെ ചില പ്രാദേശികമായ വാട്സപ്പ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ അത് ഈ ക്യാമ്പിൽ ഇന്നലെ ചില ഗ്രൂപ്പുകളായിട്ടുള്ള ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായി എന്നുള്ളത് പ്രാഥമികമായി അന്വേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. സംഘടനയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ തിരുത്തൽ നടപടികൾ ഉണ്ടാകും. വിവരങ്ങളുമായി സലീം മാലിക് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഈ അലോഷ്യസ് സേവ്യർ പറഞ്ഞതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ഈ KPCC ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അലോഷ്യസ് പറയുന്നത് ഇത് അവിടെ നടന്നതാണോ എന്ന് പോലും ഉറപ്പില്ല എന്നാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും അതിൽ നടപടി ഉണ്ടാകുമെന്നാണല്ലോ പറയുന്നത്. മാത്രമല്ല, വൈകുന്നേരത്തിനകം ഒരു റിപ്പോർട്ട്, ഇപ്പോൾ 4:30 ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മുന്നോട്ട് പോക്കുണ്ടായിട്ടുണ്ടോ? ക്രിസ്റ്റീന, നിലവിൽ ഈ 3-അംഗ സമിതി, KPCC നിയോഗിച്ച 3-അംഗ സമിതി ഇന്ന് രാത്രിയോടുകൂടി തന്നെ, ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സമിതിയിൽപ്പെട്ട 2 പേർ AK ശശിയും ഒപ്പം തന്നെ MM നസീറും ഈ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് തന്നെ എത്തി നേതാക്കളെയും ആ ക്യാമ്പിൽ പങ്കെടുത്തവരെയും നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. അതിനുശേഷം KPCC അധ്യക്ഷൻ ഈ റിപ്പോർട്ട് കൈമാറാനാണ് നീക്കം. എന്തായാലും ഈ വിഷയത്തിൽ നിലവിൽ അലോഷ്യസ് സേവ്യർ, KSU സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ ഒരു ന്യായീകരണം അത് അത്ര സുഖകരമല്ല എന്ന് മാത്രമല്ല അതൊരു പരിഹാസ്യവുമാണ്. കാരണം അതിന്റെ ഈ വീഡിയോ ഇവിടെ അല്ല എന്നൊക്കെയാണ് അലോഷ്യസ് സേവ്യർ പറയുന്നത്. അത് വീഡിയോ പിന്നീട് എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞപ്പോൾ അത് മാധ്യമങ്ങൾ തെളിയിക്കൂ എന്നുള്ളതായിരുന്നു മറുപടി. മാത്രമല്ല അത്തരത്തിലൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ചെറിയ പ്രശ്നം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കോളേജിലെ വാട്സാപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു തർക്കം, അത് ചെറിയ വാക്കേറ്റത്തിലേക്കും പിടിച്ചുതള്ളിലേക്കും മാത്രം എത്തി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ രക്തത്തുള്ളികൾ ഉൾപ്പെടെ അവിടെ ഈ തറയിൽ വീണ് കിടക്കുന്നതിൻ്റെ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചതാണ്. ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പരിശോധിക്കുക, അത് അവിടെ നിന്നുള്ളതല്ല. ഒരാളും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ അലോഷ്യസ് സേവ്യർ പറയുന്നുണ്ട്. പക്ഷേ 2 പേർ ആശുപത്രിയിലാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് വസ്തുത. എന്തായാലും ഈ ക്യാമ്പ് 3 ദിവസം നടക്കേണ്ടിയിരുന്ന ക്യാമ്പ് വളരെ വേഗത്തിൽ വെട്ടിച്ചുരുക്കി അത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ തീർത്തു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അത് KPCCയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് രാത്രിയോടുകൂടി മാത്രം സമാപിക്കേണ്ടിയിരുന്ന ക്യാമ്പ് നേരത്തെ അവസാനിപ്പിച്ചത്. അതേസമയം ഇതിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പ് വിഷയങ്ങളുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആ നിലയിലുള്ള ചില സൂചനകൾ കൂടി ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അത് മദ്യം എത്തിച്ചത്, ക്യാമ്പിനുള്ളിലേക്ക് മദ്യം എത്തിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നുള്ളതായിരുന്നു പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ഒരു ഗ്രൂപ്പ് സ്വഭാവത്തിലേക്ക് കൂടി മാറുകയാണ്. ഈ ഒരു ഗ്രൂപ്പിലെ ചില വിഭാഗം ഈ ക്യാമ്പ് അലങ്കോലപ്പെടുത്താനായി മനഃപൂർവ്വമായി ക്യാമ്പിനുള്ളിലേക്ക് കയറുകയും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അതിന് കാരണം ഈ പ്രശ്നങ്ങൾ ആദ്യം തുടങ്ങുന്നത് നെയ്യാർ ഡാമിലെ ഈ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുറത്ത് വെച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെ ഈ നാടൻപാട്ടുമായി വെച്ച് നൃത്തം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തകർക്കിടയിലേക്ക് കൂടി മറ്റൊരു സംഘർഷം കൂടി ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ ഒരേ സമയം 2 സംഘർഷം ഉണ്ടാവുകയും അത് പിന്നീട് ആ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ
പ്രശ്നങ്ങൾ ഇതിലുണ്ടോ എന്നുള്ളത് കൂടി അറിയേണ്ടിയിരിക്കുന്നു. കാരണം KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഈ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നില്ല. KPCC അധ്യക്ഷനെ ആദ്യ ദിവസം പങ്കെടുക്കുമെന്ന് വാർത്താക്കുറിപ്പ് ഉണ്ടായിരുന്നെങ്കിലും ആ ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു താനും. എന്നിട്ടും ഈ ക്യാമ്പിലേക്ക് പോയിരുന്നില്ല. പകരം പ്രതിപക്ഷ നേതാവ് VD സതീശനും പിറ്റേ ദിവസം UDF കൺവീനർ MM ഹസനും ഒക്കെ മാത്രമാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തത്. ആ നിലയിൽ ചില രാഷ്ട്രീയം കൂടി, ഈ പാർട്ടിക്കകത്തെ രാഷ്ട്രീയം കൂടി ഈ വിഷയത്തിന് പിന്നിൽ ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിശദമായ റിപ്പോർട്ട് KPCC നൽകുമ്പോൾ പ്രതീക്ഷിക്കാം. എന്തായാലും വലിയ ആവേശത്തോടു കൂടി ക്യാമ്പസ് ജോഡോ എന്ന പേരിൽ KSU നടത്തിയ ഒരു പരിപാടിക്ക് ശേഷം, ആ പരിപാടിക്ക് പിന്നാലെ വിവിധ കോളേജുകളിൽ ഉൾപ്പെടെ കഴിഞ്ഞ തവണ KSU വിജയിക്കുന്നത് കണ്ടതാണ്. അതിനുശേഷം ഇത്തവണ വീണ്ടും കൂടുതൽ സജീവമാവാനായി KSU നടത്തിയ ക്യാമ്പാണ്. അത് 3 സ്ഥലങ്ങളിലായി മേഖലാ ക്യാമ്പുകളായി തിരിച്ച് നടത്താൻ തീരുമാനിച്ച ക്യാമ്പാണ്. ആ ക്യാമ്പിന്റെ ആദ്യ പടിയൊന്നോണമാണ് തെക്കൻ മേഖലാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആ തെക്കൻ മേഖലാ ക്യാമ്പിന്റെ നിറം പൂർണ്ണമായും കെടുകയും ഇനി അടുത്ത 2 ക്യാമ്പുകൾ എങ്ങനെ ഉണ്ടാകും എന്ന് പോലും അറിയാത്തൊരു ചോദ്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്ന നിലയിലാണ് ഇപ്പോൾ ഈ ക്യാമ്പിൽ നടന്ന സംഭവങ്ങൾ. ക്രിസ്റ്റീന. ശരി, സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കുഞ്ഞുങ്ങളെ കുരുതുകൊടുത്ത ദുരന്ത ഞായർ. ഡൽഹി വിവേക് വിഹാറിലെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 7 നവജാത ശിശുക്കൾക്ക് ദാരുണാന്ത്യം. നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ഓക്സിജൻ കാലി സിലിണ്ടറുകളിൽ നിറയ്ക്കാനുള്ള ശ്രമമാണ് അപകടത്തിൽ കലാശിച്ചത്. സംഭവത്തിന് പിന്നാലെ ആശുപത്രി ഉടമകൾ ഒളിവിൽ പോയി. അന്വേഷണം ആരംഭിച്ചതായി ഡൽഹി സർക്കാർ അറിയിച്ചു. അതേസമയം തീപിടുത്തത്തിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. അപകടത്തിൽ മരിച്ച കുഞ്ഞുങ്ങളുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ സഹായം നൽകും. വിളിച്ചുവരുത്തിയ അപകടമാണ് ഡൽഹി വിവേക് വിഹാറിലേത്. റോഡരികിൽ കടമുറികളായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം രൂപം മാറ്റി ആശുപത്രിയാക്കുകയായിരുന്നു. വ്യവസ്ഥകൾ പ്രകാരമുള്ള സ്ഥല ലഭ്യത ഇവിടെ ഉണ്ടായിരുന്നില്ല. വലിയ സിലിണ്ടറുകളിൽ നിന്ന് ലാഭാർത്ഥം ചെറിയ സിലിണ്ടറുകളിലേക്ക് ഓക്സിജൻ മാറ്റാനുള്ള ശ്രമമായിരുന്നു ആശുപത്രിയുടെ മുന്നിലുള്ള റോഡിന് സമീപം വെച്ച് നടന്നത്. രാത്രി 12 മണിയോടെ സിലിണ്ടർ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. ഏതാണ്ട് 3 വർഷമായി പ്രവർത്തിക്കുന്ന ആശുപത്രി നിയമവിരുദ്ധമാണെന്ന പരാതി ഉണ്ടായിട്ടും നടപടികൾ സ്വീകരിക്കപ്പെട്ടിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 20ഓളം കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഇവരിൽ 7 പേർക്ക് ജീവൻ നഷ്ടമായി. മറ്റുള്ള കുഞ്ഞുങ്ങളെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. തീ പടർന്നിട്ടും നാട്ടുകാരിൽ ചിലർ ജീവൻ പണയം വെച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പൊട്ടിത്തെറിച്ച സിലിണ്ടറിന്റെ കഷ്ണങ്ങൾ പതിച്ച സമീപത്തെ വീടുകളും അഗ്നിക്കിരയായി. 9 ഫയർ ടെൻഡറുകളിൽ വെള്ളമെത്തിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തെക്കുറിച്ച് പോലീസും ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചു. ആശുപത്രി നടത്തിയവർ ഒളിവിലാണ്. മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയ കുട്ടികളിൽ ചിലർ വെന്റിലേറ്ററിലാണെന്നാണ് വിവരം. നിയമം അനുശാസിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് ഡൽഹിയിലെ വിവേക് വിഹാറിൽ ഈ ആശുപത്രി പ്രവർത്തിച്ചു വന്നത്. അത് ജീവിക്കാനുള്ള 7 കുഞ്ഞുങ്ങളുടെ അവകാശം ഇല്ലാതാക്കിയിരിക്കുന്നു. ഡൽഹിയിലെ വിവിധയിടങ്ങളിൽ ഇതുപോലെ നിയമം ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നിരവധി ആശുപത്രികളാണുള്ളത്. ഡൽഹിയിലെ വിവേക് വിഹാറിൽ നിന്നും ക്യാമറമാൻ ആശിഷ് മട്ടുവിനോടൊപ്പം R രാധാകൃഷ്ണൻ, 24. ഗുജറാത്തിലെ രാജ്കോട്ടിലെ ഗെയിം സോണിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരണസംഖ്യ 32ആയി. ഇതിൽ 12 പേർ കുട്ടികളാണ്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായതിനാൽ DNA പരിശോധനയ്ക്കായ സാമ്പിളുകൾ ഗാന്ധിനഗറിലെ ഫോറൻസിക് സർവകലാശാലയിലേക്ക് കൊണ്ടുപോകും. വൻതോതിൽ പെട്രോളും ഡീസലും സംഭരിച്ചതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ ശേഷിപ്പ് തിരയുകയാണ് മണ്ണുമാന്തി യന്ത്രങ്ങൾ. കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അത്രയും മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കൃത്യമായ വിവരം നൽകാൻ ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും മടിക്കുകയാണ്. യാതൊരു അനുമതിയുമില്ലാതെയാണ് 2020 മുതൽ TRP എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അലൂമിനിയം ഷീറ്റും കമ്പികളും കൊണ്ടുണ്ടാക്കിയ 3 നില നിർമ്മിതിയാണ്. ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിൽ നിന്ന് NOCക്കായി അപേക്ഷിച്ചിട്ട് പോലുമില്ല. കോർപ്പറേഷൻ NOC നൽകിയില്ലെന്ന് മേയറും ഇപ്പോൾ പറയുന്നു. ചുരുക്കത്തിൽ സൗരാഷ്ട്രയിലെ ഏറ്റവും വലിയ വിനോദ കേന്ദ്രങ്ങളിലൊന്ന് പ്രവർത്തിച്ചിട്ടും ആരും ഒന്നും അറിഞ്ഞിരുന്നില്ലെന്ന് കൈകഴുകുകയാണ്. അവധി ദിനം ആഘോഷിക്കാൻ എത്തിയ ആൾത്തിരക്കിനിടെയാണ് തീ പടർന്നത്. इसीलिए हम लोग यहाँ पे अभी देखने आए हैं कि भाई यहाँ हमारा कोई रिलेटिव वाला कोई हमको फ़ोन तो नहीं करता, तो हम देखने आते हैं कि भाई यहाँ कोई अपना रिलेटिव वाला है कि नहीं है. तो पुलिस वाला डंडा लेके पीछे दौड़ता है. और जब ये इतना बड़ा कारोबार चल रहा था तब किसी ने किसी का सेफ्टी के बाबत कुछ नहीं देखा था. सेफ्टी तो देखा ही नहीं था. साइन कर दिया, नोट लाओ, पीछे जेब में डालो और चल जाओ. AC-യിൽ നിന്നാണ് തീ പടർന്നതെന്ന് കരുതുന്നു. വൻതോതിൽ സംഭരിച്ചു വെച്ച ഇന്ധനം അത് ആളിക്കത്തിച്ചു. ജനറേറ്ററിനായി 2000 ലിറ്റർ ഡീസൽ, ഗോ കാർട്ടിംഗ് കാറുകൾക്കായി 1500 ലിറ്റർ പെട്രോൾ എന്നിവ കരുതിയിരുന്നു. പക്ഷേ തീ പിടിച്ചാൽ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊന്നും സ്ഥാപനത്തിലില്ല. उसमें कोई पुलिस वाला पकड़ता नहीं है
और किसी का कुछ खून खराब हो गया तो उसमें कोई पुलिस वाला ज्यादा ध्यान नहीं देता है. ADGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. രാവിലെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ദുരന്തഭൂമിയിൽ നേരിട്ടെത്തി സ്ഥിതി വിലയിരുത്തി. യാതൊരു അനുമതിയുമില്ലാതെ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് കഴിഞ്ഞ 3 വർഷക്കാലം ഇവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ ശിക്ഷാ നടപടി ഈ സ്ഥാപന ഉടമകളിൽ മാത്രം ഒതുങ്ങരുത്. അവർക്ക് ഒത്താശ ചെയ്തവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. രാജ്കോട്ടിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. രാജ്കോട്ടിലെ ദുരന്തമുഖത്തേക്ക് NDRF സംഘം എത്തി പരിശീലനം ലഭിച്ച നായ്ക്കളെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നു. വിവരങ്ങളുമായി രാജ്കോട്ടിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ്. ശ്രീനാഥ്, ഈ അലൂമിനിയവും ഷീറ്റും ഉപയോഗിച്ച് ഒരു തട്ടിക്കൂട്ട് ഗെയിം സോൺ, ആ തട്ടിക്കൂട്ട് ഗെയിം സോൺ ഒരു അനുമതിയുമില്ലാതെ അടിമുടി നിയമലംഘനത്തോടെ 3 വർഷം പ്രവർത്തിക്കുന്നു. ഈ 12 കുഞ്ഞുങ്ങൾ, ബാക്കിയുള്ളവരെ ഇപ്പോൾ നമ്മൾ ഇതിൽ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, മരിക്കുന്നു. ഇപ്പോൾ ഏത് തരത്തിലുള്ള പരിശോധനയാണ് അവിടെ നടക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. ഇപ്പോൾ ഈ ദുരന്തമുഖം ആകെ അവശിഷ്ടങ്ങൾ മൊത്തമായി ക്ലിയർ ചെയ്യുന്ന ഒരു ജോലിയാണ് നടക്കുന്നത്. മണ്ണുമാന്തി യന്ത്രങ്ങൾ വളരെ വേഗത്തിൽ ഈ അവശിഷ്ടങ്ങൾ നീക്കുന്നു. ഇപ്പോൾ പോലും അല്പസമയം മുമ്പ് പോലും ഇവിടെ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ, മൃതദേഹ അവശിഷ്ടങ്ങൾ പലതും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പലതും ഇപ്പോൾ ശേഖരിച്ച് പോലീസ് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. NDRFിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അവർ ഇപ്പോഴാണ് ഒരല്പം അങ്ങോട്ട് മാറി നിന്നത്. അവർ പരിശീലനം ലഭിച്ച നായ്ക്കളെ ഈ മേഖലയിലേക്ക് എത്തിക്കുകയും അവ ഈ പ്രദേശമാകെ നടന്ന് തെരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് മൃതദേഹ ഭാഗങ്ങൾ ചിലത് കണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപക്ഷെ DNA പരിശോധന നടത്തുമ്പോൾ അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം തീ ആകെ ആളി പടരുകയും ആകെ ആളുകൾ കത്തിക്കരിഞ്ഞ് ഏതാണ്ട് മുഴുവനായി തന്നെ കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ പോലും ചിലർ എത്തിയിട്ടുണ്ടായിരുന്നു എന്നതാണ് ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ ഇവിടെ രക്ഷാദൗത്യത്തിൽ ഇടപെട്ട ആളുകൾ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള ആളുകളെയൊക്കെ തിരിച്ചറിയുന്നത് വളരെ ദുഷ്കരമാവും. ഏതെങ്കിലും ശരീരഭാഗങ്ങൾ കിട്ടിയത് പോലും DNA പരിശോധനയ്ക്ക് അയച്ച് അത് ആരാണ് എന്ന് കണ്ടെത്തേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഏതായാലും സിവിൽ ആശുപത്രിയിലായിരുന്നു നേരത്തെ മൃതദേഹങ്ങൾ എത്തിച്ചെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ രാജ്കോട്ടിലെ എയിംസിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ മരിച്ച ആളുകളുടെ എണ്ണത്തെക്കുറിച്ചോ പരിക്കേറ്റവരുടെ എണ്ണത്തെക്കുറിച്ചോ ചികിത്സയിൽ എത്ര പേരുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ ഒരു ഔദ്യോഗികമായ കണക്കുകളൊന്നും തന്നെ സർക്കാർ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. ഒരു ഒളിച്ചുകളി ഇത്തരത്തിലുള്ള ഗെയിം സോണുകൾ പൊതുജനങ്ങൾക്കായി, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കായിട്ടൊക്കെ നടത്തുമ്പോൾ അതിന് ഏറ്റവും പ്രാഥമിക മുൻഗണന കൊടുക്കേണ്ടത് സേഫ്റ്റിക്കാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ സേഫ്റ്റി ഇല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ആ മട്ടിലുള്ള നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? യാതൊരു ലജ്ജയുമില്ലാത്ത രീതിയിലാണ് മേയർ പോലും കഴിഞ്ഞ ദിവസം ഇത്തരമൊരു സ്ഥാപനം കഴിഞ്ഞ 3 വർഷക്കാലമായി ഇവിടെ പ്രവർത്തിച്ചിട്ടും അതിനൊന്നും അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് അവർ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗം അത് തന്നെ പറയുന്നു. ഗുജറാത്തിലുള്ളവർക്ക് ഇതൊരു പുതിയ അനുഭവമല്ല. നമ്മൾ പോലും പല ഘട്ടങ്ങളിൽ ഇത്തരം ദുരന്തങ്ങൾ ഗുജറാത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 വർഷം മുമ്പ് മോർബിയിൽ അവിടെ വലിയൊരു തൂക്കുപാലം തകർന്നു വീണ് ആളുകൾ മരിച്ചു. വലിയ സുരക്ഷാ വീഴ്ച ആ ദുരന്തത്തിൽ ഉണ്ടായിരുന്നു. എന്തിന് അത്രയും പഴക്കം പോകുന്നു? കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് വഡോദരയിൽ ഒരു ബോട്ട് മുങ്ങി കുട്ടികൾ 15ഓളം കുട്ടികൾ കുളത്തിൽ വീണ് മരിക്കുന്ന, തടാകത്തിൽ വീണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെയും അത്തരമൊരു ബോട്ടിന് പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. ഈ ദുരന്തം വരുമ്പോൾ മാത്രമാണ് ഈ അധികാരികൾ, ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് ജാഗരൂകരാകുന്നതും പെട്ടെന്ന് എഴുന്നേൽക്കുകയും കാര്യങ്ങളൊക്കെ തന്നെ നേരെയാക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരിടത്ത് മറ്റൊരു തരത്തിൽ ഏതാണ്ട് ഇതേ തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകളൊക്കെ കൊണ്ട് തന്നെ അധികൃതരുടെ ശ്രദ്ധയില്ലാതെ പോയതുകൊണ്ട് അല്ലെങ്കിൽ ബോധപൂർവമായി ഇതൊന്നും കാണാതിരുന്നത് കൊണ്ടോ ഇത്തരത്തിൽ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു. അതുകൊണ്ട് ഇതൊരു ആദ്യത്തെ സംഭവമല്ല. ഇനിയൊരു നടപടി ഏത് തരത്തിലുണ്ടാകും എന്നത് അറിയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 അപകടങ്ങളിലും അതിന് കാരണക്കാരായി കുറ്റക്കാരായി കണ്ടെത്തിയ ആളുകൾ, ഈ സ്ഥാപന ഉടമകൾ ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തുണ്ട്. ക്രിസ്റ്റീന, കൂടുതൽ വാർത്തകളിലേക്ക്. IPL ചാമ്പ്യന്മാരെ ഇന്നറിയാം. IPL ചാമ്പ്യന്മാരെ ഇന്നറിയാം. ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈയിലാണ് മത്സരം. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുകയാണ്. അനിൽ, ഗുഡ് ഈവനിങ്. 17ാം IPL സീസണിന്റെ അവസാന ദിനം എന്ന് പറയാം. അപ്പോൾ ഇതൊരു ഹോം ഗ്രൗണ്ട് അല്ല, 2 ടീമുകളുടെയും ഹോം ഗ്രൗണ്ട് അല്ല. അതുകൊണ്ട് തന്നെ ആരാധകർ എത്രത്തോളം ആകാംക്ഷയോടെയാണ് വന്നിരിക്കുന്നത് എനിക്കറിയില്ല. ആരാധകരോടൊക്കെ ഒന്ന് ചോദിച്ച് നമുക്ക് വിവരമൊക്കെ ഒന്ന് അറിഞ്ഞാലോ?
ചെന്നൈയിലെ 17ാം IPL സീസണിന്റെ ഫൈനൽ മത്സരങ്ങൾ 7:30 തുടങ്ങും. ആരാധകർ 4 മണിയോടുകൂടെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് നേരിടുന്നത്. മഴ കളി മുടക്കുമോ എന്ന ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കകൾക്കൊന്നും സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ടീമുകളുടെയും ഹോം ഗ്രൗണ്ട് അല്ല ചെന്നൈ ഹോം ഗ്രൗണ്ടായ ചെന്നൈ സൂപ്പർ കിങ്സ് നേരത്തെ മത്സരത്തിൽ നിന്ന് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ആരാധകർ ഏത് രീതിയിലാണ് മത്സരത്തെ കാണുന്നത്, ആർക്കായിരിക്കും ഇവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് ലഭിക്കുക, തൊട്ടടുത്തുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിനാണോ അതോ ഷാരൂഖ് ഖാന്റെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ 24ന്റെ പ്രതിനിധികളുണ്ട്. ആ സംഘം വിശദമായി മത്സരത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി സ്റ്റേഡിയത്തിൽ റെഡിയാണ്. അനിൽ വാസുദേവാണ് നമുക്ക് വിശദാംശങ്ങളുമായി എത്തുന്നത്. അനിൽ, ഞാൻ ചോദിച്ചത്, ഇത് രണ്ട് ടീമുകളുടെയും ഹോം ഗ്രൗണ്ട് അല്ലല്ലോ. ഹോം ഗ്രൗണ്ടായ ചെന്നൈ നേരത്തെ ഔട്ടായി പോവുകയും ചെയ്തു. അപ്പോൾ ആരാധകർ എങ്ങനെയാണ്, എവിടെ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളത്? ഈ പക്കത്തെ സൺറൈസേഴ്സിന്റെ ആരാധകരാണോ കൂടുതൽ? അങ്ങനെ തന്നെയാണ് ക്രിസ്റ്റീന. ചെന്നൈ പുറത്തായതോടുകൂടി തന്നെ ഇപ്പോൾ ഈ സ്റ്റേഡിയത്തിൽ കാണികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് കൂടുതലും സൺറൈസേഴ്സ് ആരാധകരെയാണ് കാണുന്നത്. പറഞ്ഞതുപോലെ പക്കത്തെ പോര് കാണാൻ അല്ലെങ്കിൽ അയൽക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പല ടീമുകളും എത്തിയിരിക്കുന്നത്. ഈ കാണുന്ന പോലെ തന്നെ ധോണിയുടെ ജേഴ്സിക്കൊക്കെ ഇപ്പോഴും ഒട്ടും കുറവില്ല, കൂടുതലും അവർ തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഏറെക്കുറെ ഇപ്പോൾ കുറേ KKR ആരാധകരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. KKR विन सकता है। KKR പറഞ്ഞതുപോലെ കുറേ KKR ആരാധകരെ കാണുന്നു. തുടക്ക സമയത്ത് വെറും SRH ആരാധകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാവ്യമാരനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറയുന്നു. ഇന്ന് SRH ജയിക്കാൻ മുടിയുമോ? We are not supporting SRH, we are supporting Kavya madam. Only Kavya madam. From Tamil Nadu, Kavya madam, from Tamil Nadu. തമിഴ്നാട്ടുകാരിയായ കാവ്യമാരൻ്റെ ടീം SRHനാണ് സപ്പോർട്ട് എന്നാണ്. അതുകൊണ്ട് മാത്രമാണ് SRHന് പിന്തുണ കൊടുക്കുന്നതെന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. കൊൽക്കത്തയുടെ ആരാധകരും വന്നു കൊടുക്കുന്നുണ്ട്. ക്രിസ്റ്റീന ചോദിച്ച പോലെ തന്നെ ചെന്നൈ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ചെന്നൈയിൽ നടക്കുന്ന ഈ മത്സരത്തിൽ ആരാധകരുടെ വലിയൊരു കുറവുണ്ട്. നേരത്തെ ഒരു 2 മണിക്കൊക്കെ തന്നെ നിറയുന്ന സ്റ്റേഡിയം പരിസരത്തൊന്നും തന്നെ ഇപ്പോൾ ആരും തന്നെ ഇല്ല. വളരെ കുറവ് ആളുകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയും വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും വെയിലാറിക്കഴിഞ്ഞ് കുറച്ചധികം പേർക്ക് തമിഴാ ഓക്കെ, തമിഴ്. ഇങ്ങനെ കുറച്ച് ന്യൂട്രൽ ഫാൻസ് ആണെന്ന് തോന്നുന്നു. കുറച്ച് SRH ആരാധകരും കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. എന്തായാലും മത്സരം മറ്റൊരു കാര്യത്തിലേക്ക് വന്നില്ല. കഴിഞ്ഞ വർഷം തന്നെ 2 കപ്പുകൾ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് നേടാൻ കഴിഞ്ഞ നായകനാണ് പാറ്റ് കമിൻസ്. അപ്പോൾ പാറ്റ് കമിൻസും ശ്രേയസ് അയ്യരും ഏറ്റുമുട്ടുമ്പോൾ ഇന്നത്തെ ഒരു മത്സരത്തിന്റെ ഒരു ഗതി എങ്ങനെയാകും? തീർച്ചയായും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ 2 ടീമുകളും ഫൈനലിലേക്ക് മുന്നേറിയത്. കാരണം ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല, അല്ലെങ്കിൽ പലരുടെയും ഫേവറേറ്റ് ടീം ആയിരുന്നില്ല ഇരു കൂട്ടരും എന്ന് പറയേണ്ടിയിരിക്കുന്നു. മുംബൈ ഉണ്ട്, ചെന്നൈ ഉണ്ട്, രാജസ്ഥാനുണ്ട്, RCB ഉണ്ട്. ഇങ്ങനെയൊക്കെ ടീമുകളുള്ളതുകൊണ്ട് തന്നെ പല ആളുകൾക്കും കൂടുതൽ പേരും കരുതിയിരുന്നത് ഈ ടീമുകൾ ഒരുപക്ഷെ പ്ലേ ഓഫിലേക്കും ഫൈനലിലേക്കൊക്കെ മുന്നേറുമെന്നാണ്. പക്ഷേ ഈ ടീമുകളുടെ ഘടന പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച കളി പുറത്തെടുത്ത 2 ടീമുകൾ അങ്ങനെ ഫൈനൽ കയറുകയാണ് ഉണ്ടായത്. ശ്രേയസിന് ഒരു അപൂർവ റെക്കോർഡ് കൂടിയാണ് വന്നിരിക്കുന്നത്. നേരത്തെ ഡൽഹിയെ ഫൈനലിൽ എത്തിച്ച ശ്രേയസ് ഇപ്പോൾ KKRനെയും ഫൈനലിൽ എത്തിച്ചതോടുകൂടി ആദ്യമായി 2 വ്യത്യസ്ത ടീമുകളെ ഫൈനലിൽ എത്തിക്കുന്ന ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. പാറ്റ് കമിൻസിനെ കുറിച്ചും എടുത്തു പറയേണ്ടതുണ്ട്. ഒരു 2020 ക്യാപ്റ്റൻ എന്ന തരത്തിൽ ഇതിനു മുമ്പ് പാറ്റ് കമിൻസിനെ കണ്ടിട്ടില്ല. 20 കോടിക്ക് മുകളിൽ കൊടുത്ത് പാറ്റ് കമിൻസിനെ വാങ്ങിച്ചപ്പോഴൊക്കെ തന്നെ വലിയ ഞെട്ടലായിരുന്നു SRH ആരാധകർ പോലും. പക്ഷേ പാറ്റ് കമിൻസ് ടീമിനെ ഏറ്റവും മികച്ച രീതിയിൽ നയിച്ച് ഇപ്പോൾ ഫൈനലിൽ എത്തിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ സമീപകാലത്തെ ഒരു അണ്ടർ റേറ്റഡ് ക്യാപ്റ്റനാണ് പാറ്റ് കമിൻസ്. ഓസ്ട്രേലിയക്കായി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും പിന്നീട് ഏകദിന ലോകകപ്പും മാച്ചസും ഒക്കെ നേടിക്കൊടുത്തിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കഴിവ് കുറച്ച് കണ്ടവരാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കീഴിൽ SRH കുതുക്കിയാണ്. കഴിഞ്ഞ തവണ ഏറ്റവും അവസാന സ്ഥാനത്ത് നിന്നുണ്ടായിരുന്ന ടീമാണ് ഇത്തവണ 2ാം സ്ഥാനത്തേക്ക് മുന്നേറി ഇപ്പോൾ ഫൈനലിലേക്ക് എത്തി നിൽക്കുന്നത്. 2 ക്യാപ്റ്റന്മാരെ കുറിച്ച് പറയേണ്ടത്, ഒപ്പം തന്നെ KKRൻ്റെ ഗൗതം ഗംഭീറിനെ കുറിച്ച് എങ്ങനെ പറയാതെ പോകുമെന്ന് അറിയില്ല. കാരണം ഗംഭീറിൻ്റെ തന്ത്രങ്ങൾക്ക് കീഴിലാണ് KKR എന്ന് പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ശ്രേയസിനെ കുറിച്ച് വാഴ്ത്തിപ്പാടലുകളില്ല.
അദ്ദേഹം സൈലൻ്റ് ആയിരുന്നു. ഗംഭീറിൻ്റെ തന്ത്രങ്ങൾ മാത്രമാണ് KKRനെ ഇത്തരത്തിൽ ഒരു സ്ട്രോങ് ടീമാക്കി ലീഗ് റൗണ്ടിൽ 1ാം സ്ഥാനക്കാരാക്കി ക്വാളിഫയറിൽ 1-ൽ ജയിച്ച ഫൈനലിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. എന്തായാലും ഇരു ടീമുകളും സ്ട്രോങ് ആണ്. കാലാവസ്ഥ കൂടി അനുകൂലമായാൽ ഡ്യൂ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു മികച്ച വെടിക്കെട്ട് മത്സരം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കാം എന്തായാലും അനിൽ വാസ്, ഗംഭീറിന്റെ ഗംഭീരമായ തന്ത്രങ്ങളാണോ അതോ പാറ്റ് കമിൻസിന്റെ ആ ഒരു സൈലന്റ് സ്ട്രാറ്റജി ആണോ എന്ന് വിജയിക്കുന്നത് നമുക്ക് നോക്കാം. ഇതൊന്നുമല്ല, മഴയാണോ കളി ജയിക്കുന്നതെന്ന് നോക്കാം. എന്തായാലും താങ്ക് യു വെരി മച്ച്. കൂടുതൽ വിശദാംശങ്ങളുമായി വരും ബുള്ളറ്റിനുകളിൽ എത്തുക. അനിൽ വാസുദേവാണ് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ആം ആദ്മി പാർട്ടിക്കും നേതാക്കൾക്കുമെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി സ്വാതി മാലിവാൾ MP. ആം ആദ്മി പാർട്ടി നേതാക്കളിൽ നിന്ന് വധഭീഷണിയും ബലാത്സംഗ ഭീഷണിയും നേരിടുന്നെന്നാണ് ആരോപണം. പാർട്ടി വ്യക്തിഹത്യ നടത്തുന്നുവെന്നും സ്വാതി മാലിവാൾ ആരോപിക്കുന്നുണ്ട്. വിവരങ്ങളുമായി നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. നിതിൻ, കൂടുതൽ ആരോപണങ്ങളുമായി മുന്നോട്ട് വരികയാണ് സ്വാതി മാലിവാൾ. ഇത് ആം ആദ്മിയുടെ ഭാഗത്തു നിന്ന് BJPയുടെ ഒരു ചട്ടുകമായി സ്വാതി മാലിവാൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുമ്പോഴാണ് പുതിയ പരാതിയുമായി സ്വാതി മാലിവാൾ എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കും. ക്രിസ്റ്റീന, സ്വാതി മാലിവാൾ BJPയുടെ ചട്ടുകമായി എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നൊരു ആരോപണമാണ് ആം ആദ്മി പാർട്ടി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. അതേസമയം തന്നെ യൂട്യൂബർ ധ്രുവ് റാട്ടി കഴിഞ്ഞ ദിവസം സ്വാതി മാലിവാളുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് വലിയ തരത്തിൽ ഭീഷണി നേരിടുന്നതെന്ന് സ്വാതി മാലിവാൾ ഇപ്പോൾ ആരോപിക്കുന്നത്. വധഭീഷണിയും ബലാത്സംഗ ഭീഷണിയും നേരിടുന്നതായിട്ടാണ് ഇപ്പോൾ സ്വാതി മാലിവാൾ എക്സ് അക്കൗണ്ടിലൂടെ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ പരാതി പിൻവലിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും സ്വാതി മാലിവാൾ പറയുന്നു. കൂടാതെ ആം ആദ്മി പാർട്ടി നേതാക്കൾ ഭയപ്പെടുത്തുന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിൽ പരാതി പിൻവലിക്കാനുള്ള സമ്മർദ്ദമാണ് ഒരു വശത്തുനിന്നും ശക്തമായി തുടരുന്നത്. ഇതാണോ ആം ആദ്മി പാർട്ടിയുടെ സ്ത്രീ സുരക്ഷ എന്ന ചോദ്യമാണ് ഇന്നിപ്പോൾ സ്വാതി മാലിവാൾ ഉന്നയിക്കുന്നത്. എന്തായാലും ആം ആദ്മി പാർട്ടി നേതാക്കൾ നിരന്തരമായി വ്യക്തിഹത്യ നടത്തുന്ന ആരോപണം ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ യാതൊരു തരത്തിലും പരാതി പിൻവലിക്കാതെ മുന്നോട്ട് പോകും എന്ന നിലപാട് ആവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചില ഭീഷണി സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ട് സഹിതമാണ് ഇന്നിപ്പോൾ സ്വാതി മാലിവാൾ എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കാലാവസ്ഥയുമായി മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി വരുന്നുണ്ട്. റമാൽ ചുഴലിക്കാറ്റ് ഇന്ന് അർദ്ധരാത്രിയോടെ തീരം തൊടും. റമാൽ തീരം തൊടുക ബംഗ്ലാദേശിനും പശ്ചിമ ബംഗാളിന്റെ തെക്കൻ തീരമേഖലയ്ക്കും മധ്യയായാണ്. മുൻകരുതൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി തെക്കൻ ബംഗാൾ തീരത്ത് 14 NDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 12 വരെ കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചും സർവീസ് നടത്തേണ്ട എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. കൊൽക്കത്ത അടക്കമുള്ള ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ട്. കൂടുതൽ വാർത്തകളിലേക്ക് 24 എക്സ്ക്ലൂസീവായി വന്ന ഒരു വാർത്തയിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥ ലൈംഗികാതിക്രമം നേരിട്ട സംഭവത്തിൽ നടപടി. ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെ താൽക്കാലികമായി ജോലിയിൽ നിന്നും മാറ്റി നിർത്തും. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി ഉടൻ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി അക്കാദമി ഡയറക്ടർ. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ് ചെയ്യുന്നത്. സൂരജ്, അതിവേഗ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നുവെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഏത് തരത്തിലാണ് ഇനി അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ഈ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം എന്തായാലും അവിടെ ഇല്ലല്ലോ. എന്തായാലും വേഗത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. ഈ പോലീസ് അക്കാദമിക്കകത്താണ് ഇത്തരത്തിൽ ഈ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. അതും ഈ കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഇത്തരത്തിൽ ഈ ലൈംഗിക അതിക്രമം നടത്തിയത്. ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി 3 ദിവസങ്ങളിലായി ഇത്തരത്തിൽ ഈ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. പിന്നീട് വീട്ടിലേക്ക് മടങ്ങിയ വനിതാ ഉദ്യോഗസ്ഥ മാനസികമായി തളരുകയും പിന്നീട് സുഹൃത്തുക്കളോട് ഈ വിവരം പറയുകയും അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് സംബന്ധിച്ച് ഈ അക്കാദമി ഡയറക്ടർക്ക് പരാതി നൽകുന്നത്. ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ ഈ പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതിന്റെ ഒരു ഇന്റേണൽ സമിതി, ഇത്തരം പരാതികൾ പരിശോധിക്കുന്ന ഇന്റേണൽ സമിതിയാണ് ആദ്യഘട്ടത്തിൽ ഈ പരാതിയെ സംബന്ധിച്ച് അന്വേഷിക്കുക. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനും താൽക്കാലികമായി മാറ്റി നിർത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഉത്തരവും ഇതിനോടകം തന്നെ ഇറക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.